നിങ്ങൾ ദുരന്തർ എന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിർത്തി കടന്ന് ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് തോക്കുകൾ കൊണ്ട് പോരാടുന്ന നായകനെ കണ്ട് നമ്മൾ ആവേശഭരിതരായിട്ടുണ്ടാകാം. യഥാർത്ഥ ജീവിതം അതിനേക്കാൾ എത്രയോ ഭീകരമാണ്. യഥാർത്ഥ പോരാട്ടങ്ങൾ നടക്കുന്നത് തോക്കുകൾ കൊണ്ടല്ല, അത് മനസ്സുകൊണ്ടാണ്. നിഴലുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് സ്വന്തം പേരും മണവും മായ്ച്ചു കളഞ്ഞ് ശത്രുവിന്റെ ശ്വാസം പോലും തൊട്ടടുത്തറിഞ്ഞു നടത്തുന്ന പോരാട്ടങ്ങൾ. അവിടെ ഒരു ചെറിയ പിഴവ് എന്നാൽ മരണം പോലുമല്ല, അതിനേക്കാൾ ഭീകരമായ മറ്റൊന്നാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യന് തന്റെ സ്വന്തം പേര്, മതം, രാജ്യം, എന്തിന് തന്റെ ശരീരത്തിലെ അടയാളങ്ങൾ പോലും മായ്ച്ചു കളഞ്ഞ് മറ്റൊരാളായി ജീവിക്കാൻ കഴിയുമോ എന്ന്? അതും ശത്രുരാജ്യത്തിന്റെ സൈന്യത്തിനുള്ളിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട്. അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്ര കൗശിക്. പക്ഷേ പാകിസ്ഥാനി റെക്കോർഡുകളിൽ അദ്ദേഹം നബി അഹമ്മദ് ഷാക്കിറാണ്. ലോകചാര ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികമായ ഡീപ് കവർ ഓപ്പറേഷൻ. 10 വർഷത്തോളം അദ്ദേഹം പാകിസ്ഥാൻ ആർമിയുടെ ഹൃദയമിടിപ്പ് ഇന്ത്യക്ക് ചോർത്തിക്കൊടുത്തു. പക്ഷേ ഈ വീരഗാഥയുടെ അന്ത്യം ഏതൊരു ഇന്ത്യക്കാരന്റെയും ഹൃദയം തകർക്കുന്നതാണ്. താൻ സംരക്ഷിച്ച രാജ്യം തന്നെ തള്ളിപ്പറയുമ്പോൾ 18 വർഷം ഇരുമ്പഴികൾക്കുള്ളിൽ നരകയാതന അനുഭവിക്കേണ്ടി വന്ന ആ മനുഷ്യനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് കേവലം ഒരു കഥയല്ല, ഭാരതത്തിന്റെ ബ്ലാക്ക് ടൈഗർ രവീന്ദ്ര കൗശിക്കിന്റെ ചരിത്രമാണ്. നമുക്ക് 1952 ഏപ്രിൽ 11 ഒന്ന് തിരിഞ്ഞു നോക്കാം. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ എന്ന അതിർത്തി നഗരം. പാകിസ്ഥാൻ അതിർത്തിയോട് വെറും കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള ഈ മണ്ണിൽ ജനിച്ചു വളരുന്ന ഏതൊരു കുട്ടിയെയും പോലെ രവീന്ദ്രയുടെ കാതുകളിലും പതിഞ്ഞത് അതിർത്തിയിലെ വെടിയൊച്ചകളും സൈനിക വാഹനങ്ങളുടെ ഇരുമ്പലുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ JM കൗശിക് ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ശ്വസിച്ചിരുന്നത് കടുത്ത അച്ചടക്കവും വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യസ്നേഹവുമായിരുന്നു. ബാല്യകാലത്ത് തന്നെ അതിർത്തി കടന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചും ചാരപ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ രവീന്ദ്രയെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പക്ഷേ രവീന്ദ്ര ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു അത്ഭുത കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മിമിക്രി ആൻഡ് ആക്ടിംഗ്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മാന്ത്രിക വിദ്യ. ഒരാളെ ഒരു വട്ടം കണ്ടാൽ അയാളുടെ ശരീരഭാഷയും നടത്തവും സംസാരിക്കുമ്പോഴുള്ള ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളും അതുപോലെ അനുകരിക്കാൻ രവീന്ദ്രയ്ക്ക് കഴിഞ്ഞിരുന്നു. സ്കൂളിലെയും കോളേജിലെയും നാടകവേദികളിൽ അദ്ദേഹം പകർന്നാടിയ വേഷങ്ങൾ കാണികളെ അമ്പരിപ്പിച്ചു. താൻ മറ്റൊരാളാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള ആ അസാധാരണ കഴിവ് അന്നൊരു നേരമ്പോക്ക് മാത്രമായിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. ശ്രീഗംഗാനഗറിലെ ജീവിതത്തിനിടയിൽ അദ്ദേഹം അവിടുത്തെ മുസ്ലിം സമുദായവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഉറുദു ഭാഷയോടും ലക്നൌവിന്റെ തനിമയുള്ള സംസാര ശൈലിയോടും അദ്ദേഹത്തിന് ഒരു പ്രത്യേക അഭിനിവേശമുണ്ടായിരുന്നു. ആ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഉറുദു കവിതകളും ഗസലുകളും ഹൃദ്യസ്ഥമാക്കിയിരുന്നു. ഒരാളുടെ വ്യക്തിത്വം തന്നെ അടിമുടി മാറ്റിയെടുക്കേണ്ട ഒരു ദൗത്യത്തിന് രവീന്ദ്രയേക്കാൾ യോഗ്യനായ മറ്റൊരാളില്ലെന്ന് റോ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് തോന്നാൻ കാരണവും അദ്ദേഹത്തിന്റെ ഈ സാംസ്കാരികമായ അറിവും അഭിനയ പാഠവുമാണ്. ഒരു സാധാരണ രാജസ്ഥാനി യുവാവ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരനായ ബ്ലാക്ക് ടൈഗറായി മാറാനുള്ള വിത്തുകൾ പാകിയത് ശ്രീഗംഗാനഗറിലെ ഈ മണ്ണിലായിരുന്നു. 1973 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു നാടക മത്സരം നടക്കുകയാണ്. വേദിയിൽ രവീന്ദ്ര കൗശിക് ഒരു ഇന്ത്യൻ സൈനികനായി വേഷമിടുന്നു. ചൈനീസ് പട്ടാളത്തിന്റെ പിടിയിലായ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സൈനികൻ. ശത്രുക്കളുടെ ഓരോ പ്രഹരത്തിനു മുന്നിൽ ഭാരത് മാതാ കി ജയ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിക്കുമ്പോൾ ആ ശബ്ദത്തിലെ തീഷ്ണത കണ്ടുനിന്നവരുടെ ഉള്ളുലച്ചു. വെറുമൊരു അഭിനയമായിരുന്നില്ല അത്, മറിച്ച് തന്റെ രാജ്യത്തോടുള്ള ആ യുവാവിന്റെ അടങ്ങാത്ത അഭിനിവേശമായിരുന്നു അവിടെ നിഴലിച്ചത്. എന്നാൽ ആ സദസ്സിൽ സാധാരണ കാണികൾക്കിടയിൽ 3 പേർ അതീവ ശ്രദ്ധയോടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ പരമോന്നത രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഉദ്യോഗസ്ഥരായിരുന്നു. അവർ അവിടെ എത്തിയത് ഒരു ജെയിംസ് ബോണ്ടിനെ തിരഞ്ഞായിരുന്നില്ല, മറിച്ച് ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ ചെന്ന് അവരിൽ ഒരാളായി വർഷങ്ങളോളം അഭിനയിച്ചു ജീവിക്കാൻ കഴിയുന്ന മനോധൈര്യമുള്ള ഒരു കലാകാരനെ തേടിയായിരുന്നു. രവീന്ദ്രയുടെ ആ പ്രകടനം കണ്ടപ്പോൾ അവർക്കുറപ്പായി, ഇവനാണ് നമ്മൾ തിരയുന്ന ആൾ. നാടകം കഴിഞ്ഞ് ഗ്രീൻ റൂമിലേക്ക് മടങ്ങുകയായിരുന്ന രവീന്ദ്രയെ അവർ രഹസ്യമായി സമീപിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയ അവർ
അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഓഫറായിരുന്നു. നിനക്ക് നിന്റെ രാജ്യം പ്രിയപ്പെട്ടതാണോ? നിന്റെ ഐഡന്റിറ്റിയും ജീവിതവും രാജ്യത്തിന് വേണ്ടി ബലി കഴിക്കാൻ നിനക്ക് കഴിയുമോ? ആ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. നീ പോകുന്നത് മരണത്തിന്റെ നിഴലിലേക്കാണ്. നീ പിടിക്കപ്പെട്ടാൽ ഇന്ത്യ നിന്നെ അറിയില്ലെന്ന് പറയും. നിന്റെ കുടുംബത്തിന് പോലും നിന്നെ കണ്ടെത്താൻ കഴിയില്ല. ഒരു നിമിഷം പോലും അദ്ദേഹം മടിച്ചില്ല. 21 വയസ്സുള്ള ആ യുവാവ് തന്റെ ജീവിതം രാജ്യത്തിന്റെ കാവൽക്കാരനാകാൻ സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഡൽഹിയിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടിയെന്ന് കള്ളം പറഞ്ഞാണ് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞത്. തന്റെ മകൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാരനാകാൻ പോവുകയാണെന്ന് ആ മാതാപിതാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ യാത്ര സത്യത്തിൽ ഒരു മടക്കമില്ലാത്ത യാത്രയുടെ തുടക്കമായിരുന്നു. രവീന്ദ്ര കൗശികിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഏകാന്തവുമായ 2 വർഷങ്ങളായിരുന്നു അത്. ഡൽഹിയിലെ അതിരഹസ്യമായ റോ സേഫ് ഹൗസുകളിൽ വെച്ച് രവീന്ദ്ര എന്ന യുവാവിനെ അവർ അടിമുടി ഉടച്ചു വാർത്തു. അത് വെറുമൊരു പരിശീലനമായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ആത്മാവിനെ തന്നെ മാറ്റിവെക്കലായിരുന്നു. അദ്ദേഹം ഉറുദു ഭാഷയിൽ ഒരു ഡോക്ടറേറ്റ് എടുത്തു എന്ന് തന്നെ പറയാം. വെറുതെ സംസാരിക്കാനല്ല, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെയും കറാച്ചിയിലെയും ആളുകൾ സംസാരിക്കുന്ന അതേ കൃത്യതയോടെ അതേ ശൈലിയിൽ ഉറുദു സംസാരിക്കാൻ അദ്ദേഹം പഠിച്ചു. മുസ്ലിം ആചാരങ്ങൾ, നമസ്കാരം, ഖുറാൻ വചനങ്ങൾ എന്നിവയിൽ അദ്ദേഹം പാണ്ഡിത്യം നേടി. ഒരു തികഞ്ഞ മുസ്ലിം മതവിശ്വാസി പോലും സംശയിക്കാത്ത വിധം അദ്ദേഹം തന്റെ മതപരമായ അറിവ് വികസിപ്പിച്ചു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭീകരമായത് ശാരീരികമായ മാറ്റങ്ങളായിരുന്നു. രഹസ്യാന്വേഷണ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സമർപ്പണത്തിന് രവീന്ദ്ര അവിടെ തയ്യാറായി. താൻ ഏതെങ്കിലും സാഹചര്യത്തിൽ പാക് സൈന്യത്തിന്റെ പിടിയിലാവുകയും അവർ തന്റെ ശരീരം പരിശോധിക്കുകയും ചെയ്താൽ താനൊരു ഹിന്ദു ആയിരുന്നു എന്ന് തിരിച്ചറിയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചെറിയ മറുകുകളും ജന്മനാ ഉള്ള അടയാളങ്ങളും വരെ ശസ്ത്രക്രിയയിലൂടെ മാറ്റിമറിച്ചു. പഴയ രവീന്ദ്രയെ തിരിച്ചറിയാൻ ഒരു പഴുതും അദ്ദേഹം ബാക്കി വെച്ചില്ല. പരിശീലനത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഭൂപ്രകൃതിയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭക്ഷണ രീതികളും അദ്ദേഹം ഹൃദ്യസ്ഥമാക്കി. 1975 അദ്ദേഹം പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രവീന്ദ്ര കൗശിക് ആയിരുന്നില്ല, മറിച്ച് കറാച്ചിയിൽ ജനിച്ചു വളർന്ന് എല്ലാ രേഖകളുമുള്ള നബി അഹമ്മദ് ഷാക്കിർ ആയിരുന്നു. കയ്യിൽ പാകിസ്ഥാനി പാസ്പോർട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഒരു കള്ളക്കഥയും മാത്രം. ആ നിമിഷം രവീന്ദ്ര കൗശിക് എന്ന മനുഷ്യൻ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഫയലുകളിൽ നിന്ന് ഇല്ലാതായി. പകരം ഭാരതത്തിന്റെ ബ്ലാക്ക് ടൈഗർ ജന്മമെടുത്തു. 1975 തുടക്കത്തിൽ നബി അഹമ്മദ് ഷാക്കിർ കറാച്ചിയിലെത്തി. പക്ഷേ നേരിട്ട് ചാരപ്പണിയിലേക്ക് ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണെന്ന് റോ ഉദ്യോഗസ്ഥർക്കും രവീന്ദ്രയ്ക്കും അറിയാമായിരുന്നു. ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ പിടിക്കപ്പെടാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കുക എന്നതായിരുന്നു ആദ്യ ദൗത്യം. ഇതിനായി അദ്ദേഹം കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ LLB പഠനത്തിന് ചേർന്നു. നബി അഹമ്മദ് ഷാക്കിർ വെറുമൊരു ശരാശരി വിദ്യാർത്ഥി ആയിരുന്നില്ല. ലക്നൌവി ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരവും ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിലെ താരമാക്കി മാറ്റി. ഈ ജനപ്രീതി സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു കവചമായിരുന്നു. ആരും സംശയിക്കാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യുവാവ്. നിയമപഠനം പൂർത്തിയാക്കിയതോടെ അദ്ദേഹം ഒരു തികഞ്ഞ പാകിസ്ഥാനി പൗരനായി സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടു. പഠനത്തിന് ശേഷം അദ്ദേഹം എടുത്ത തീരുമാനം ലോക ചാര ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ ഒന്നായിരുന്നു. വെറുമൊരു ചാരനായി പുറത്തുനിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം ശത്രുവിനെ സൈന്യത്തിനുള്ളിൽ കയറിപ്പറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. പാകിസ്ഥാൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. അദ്ദേഹം ഒരു മേജറായിരുന്നു എന്ന് പല രേഖകളും പറയുന്നുണ്ടെങ്കിലും സത്യം അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അദ്ദേഹം പാക് ആർമിയുടെ മിലിറ്ററി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലർക്കായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. പലർക്കും ഇത് നിസ്സാരമായി തോന്നാം, പക്ഷേ ഒരു ചാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡ് മൈൻ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ സൈന്യത്തിലെ ഓരോ യൂണിറ്റും എവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്, അവർക്ക് എത്ര റേഷൻ പോകുന്നു, എത്രമാത്രം ഇന്ധനം അവർ ഉപയോഗിക്കുന്നു, ഏതൊക്കെ പുതിയ ആയുധങ്ങൾക്കാണ് പണം അനുവദിക്കുന്നത് തുടങ്ങിയ സകല വിവരങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റിലെ ഫയലുകളിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഒരു മേജർക്ക് പോലും തന്റെ യൂണിറ്റിലെ വിവരങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ. എങ്കിൽ ക്ലർക്കായ രവീന്ദ്രയ്ക്ക്
പാകിസ്ഥാൻ സൈന്യത്തിന്റെ മൊത്തം സാമ്പത്തികവും തന്ത്രപരവുമായ നീക്കങ്ങൾ അറിയാൻ കഴിഞ്ഞു. താമസിയാതെ അദ്ദേഹം പ്രമോഷൻ നേടി യൂണിറ്റിലെ ഏറ്റവും വിശ്വസ്തനായി മാറി. രാത്രികാലങ്ങളിൽ അതീവ രഹസ്യമായി അദ്ദേഹം ഈ റോ ഡാറ്റ വിശകലനം ചെയ്യും. പാകിസ്ഥാൻ എപ്പോഴാണ് അതിർത്തിയിൽ നീക്കങ്ങൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് സൈനികർ അറിയുന്നതിന് മുൻപ് രവീന്ദ്ര അറിയുമായിരുന്നു. ഈ വിവരങ്ങൾ അദ്ദേഹം പ്രത്യേക കോഡുകളിലൂടെയും കണ്ണിൽ കാണാത്ത മഷികൾ ഉപയോഗിച്ചും ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിലെ ഇന്ത്യയുടെ അദൃശ്യനായ കാവൽക്കാരനായി അദ്ദേഹം മാറി. രവീന്ദ്ര കൗശിക് എന്ന നബി അഹമ്മദ് ഷാക്കിർ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ഒരു വിശ്വസ്തനായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിശ്വസ്തത 700 കിലോമീറ്റർ അപ്പുറമുള്ള തന്റെ മാതൃരാജ്യത്തോടായിരുന്നു. 1970കളുടെ അവസാന പകുതിയിൽ പാകിസ്ഥാൻ പ്ലാൻ ചെയ്ത പല സൈനിക നീക്കങ്ങളും അതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ അറിഞ്ഞിരുന്നു. രാജസ്ഥാനിലെ അതിർത്തികളിൽ പാകിസ്ഥാൻ എപ്പോഴാണ് സൈന്യത്തെ വിന്യസിക്കുന്നത്, എവിടെയാണ് അവർ ആയുധപുരകൾ ഒരുക്കുന്നത് എന്നൊക്കെയുള്ള ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ രവീന്ദ്ര കൃത്യമായി കൈമാറിക്കൊണ്ടിരുന്നു. ഈ വിവരങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതീവ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ ബ്ലാക്ക് ടൈഗർ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ കാവൽ നിൽക്കുന്ന കറുത്ത കടുവ. ആ പേര് പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രപരമായ അടയാളമായി മാറി. പക്ഷേ ഈ ചാര ജീവിതത്തിനിടയിൽ വിധി അദ്ദേഹത്തിനായി മറ്റൊരു വഴി ഒരുക്കിയിരുന്നു. കറാച്ചിയിലെ ജീവിതത്തിനിടയിൽ അദ്ദേഹം അമാനത്ത് എന്നൊരു പാകിസ്ഥാനി യുവതിയുമായി പ്രണയത്തിലായി. ഒരു തയ്യൽക്കാരന്റെ മകളായിരുന്നു അമാനത്ത്. ഒരു ചാരനെ സംബന്ധിച്ചിടത്തോളം പ്രണയവും വിവാഹവും വലിയൊരു അപകടമാണ്. പക്ഷേ തന്റെ പാകിസ്ഥാനി ഐഡന്റിറ്റി കൂടുതൽ ഉറപ്പിക്കാൻ ഈ വിവാഹം സഹായിക്കുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. അവർ വിവാഹിതരായി. താമസിയാതെ അവർക്ക് അരീബ് എന്നൊരു മകനും ജനിച്ചു. ഇവിടെയാണ് രവീന്ദ്ര എന്ന മനുഷ്യന്റെ യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. ഒരു വശത്ത് തന്റെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ ചാരൻ, മറുവശത്ത് തന്റെ ഭാര്യയെയും മകനെയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവും പിതാവും. തന്റെ പ്രിയപ്പെട്ട അമാനത്തിന് പോലും താൻ ആരാണെന്നോ തന്റെ യഥാർത്ഥ പേര് എന്താണെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഓരോ തവണ ഇന്ത്യയിലേക്ക് രഹസ്യങ്ങൾ അയക്കുമ്പോഴും അദ്ദേഹം തന്റെ കുടുംബത്തെയാണ് പണയം വെച്ചിരുന്നത്. അദ്ദേഹം പലപ്പോഴും രാത്രികളിൽ ഉറക്കമില്ലാതെ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. തന്റെ മകനെ ലാളിക്കുമ്പോഴും ഏതു നിമിഷവും താൻ പിടിക്കപ്പെടാം എന്നും അന്ന് തന്റെ കുടുംബം തെരുവിലാകുമെന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. എങ്കിലും ഭാരതത്തോടുള്ള കടമയ്ക്ക് മുന്നിൽ അദ്ദേഹം സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്തി. സ്നേഹത്തിന്റെ വേഷവും രാജ്യസ്നേഹത്തിന്റെ ദൗത്യവും ഒരുപോലെ കൊണ്ടുപോയ ആ മനുഷ്യന്റെ നിസ്സഹായത നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എട്ട് വർഷത്തോളം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് രവീന്ദ്ര തന്റെ ദൗത്യം തുടർന്നു. എന്നാൽ 1983 വിധി അദ്ദേഹത്തിന് കരുതി വെച്ചത് സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു ചതിയായിരുന്നു. രവീന്ദ്രയെ സഹായിക്കാനായി ഇന്ത്യയിൽ നിന്നും റോ മറ്റൊരു താഴ്ന്ന റാങ്കിലുള്ള ഏജന്റിനെ അയച്ചു. പേര് ഇനായത്ത് മസി. ഈ തീരുമാനമാണ് രവീന്ദ്രയുടെ ജീവിതം തകർത്തത്. ഇനായത്ത് മസി അതിർത്തി കടക്കുന്നതിനിടയിൽ പാക് ഇന്റലിജൻസിന്റെ പിടിയിലായി. പ്രൊഫഷണൽ ട്രെയിനിംഗ് ലഭിക്കാത്ത ഇനായത്തിന് പാകിസ്ഥാന്റെ ക്രൂരമായ പീഡനമുറകൾക്ക് മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പാക് സൈന്യത്തിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ എല്ലാം വിളിച്ചു പറഞ്ഞു. എന്നെ സഹായിക്കാൻ പാക് സൈന്യത്തിൽ തന്നെ ഒരാളുണ്ട്, നബി അഹമ്മദ് ഷാക്കിർ. പാക് സൈന്യം ഞെട്ടിപ്പോയി. തങ്ങളുടെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ ചാരനാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസമായിരുന്നു. എങ്കിലും അവർ ഒരു കെണിയൊരുക്കി. ഇനായത്ത് മസീനെ കൊണ്ട് രവീന്ദ്രയെ ഫോണിൽ വിളിപ്പിച്ചു. സിയാൽകോട്ടിലെ ഒരു പാർക്കിൽ വെച്ച് രഹസ്യമായി കാണണം എന്നായിരുന്നു സന്ദേശം. 1983 സെപ്റ്റംബറിലെ ആ കറുത്ത ദിവസം തന്റെ സഹപ്രവർത്തകനെ സഹായിക്കാൻ പാർക്കിലെത്തിയ രവീന്ദ്ര കണ്ടത് തോക്കുകളുമായി നിൽക്കുന്ന പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ്. അവർ അദ്ദേഹത്തെ വളഞ്ഞു. നബി അഹമ്മദ് ഷാക്കിർ എന്ന മുഖംമൂടി അവിടെ അഴിഞ്ഞു വീണു. അദ്ദേഹത്തെ സിയാൽകോട്ടിലെ രഹസ്യ ഇന്ററഗേഷൻ സെന്ററിലേക്ക് മാറ്റി. അടുത്ത കുറച്ചു മാസങ്ങൾ നരകതുല്യമായിരുന്നു. രവീന്ദ്രയെ വിവസ്ത്രനാക്കി തണുത്തുറഞ്ഞ ഇരുട്ടറയിലിട്ടു. അദ്ദേഹത്തിന്റെ നഖങ്ങൾ ഓരോന്നായി പിഴുതെടുത്തു. ഹൈ വോൾട്ടേജ് ഷോക്ക് നൽകി. നീ ആരാണ്? ഇന്ത്യയുടെ പ്ലാൻ എന്താണ് എന്ന ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം മൗനം പാലിച്ചു. 10 വർഷം താൻ ശേഖരിച്ച ഒരു രഹസ്യവും തന്നെ അയച്ച രാജ്യത്തെക്കുറിച്ചുള്ള ഒരു വിവരവും അദ്ദേഹം വിട്ടുകൊടുത്തില്ല. തന്റെ ശരീരത്തെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞു.
പക്ഷേ ബ്ലാക്ക് ടൈഗറിന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ശത്രുവിനായില്ല. രവീന്ദ്ര പിടിക്കപ്പെട്ട വിവരം റോ അറിഞ്ഞു. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പേര് ചീത്തയാകുമെന്ന് ഭയന്ന് ഇന്ത്യ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഒരാളെ ഞങ്ങൾക്കറിയില്ല, അയാൾ ഇന്ത്യക്കാരനല്ല എന്നായിരുന്നു ഔദ്യോഗിക മറുപടി. 1983 സിയാൽകോട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ രവീന്ദ്ര കൗശികിന്റെ ജീവിതം ഇരുളടഞ്ഞ് ജയിലറകളിലേക്ക് മാറ്റപ്പെട്ടു. അടുത്ത 18 വർഷം അദ്ദേഹം അനുഭവിച്ചത് ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നരകയാതനകളായിരുന്നു. ചാരവൃത്തിയുടെ ലോകത്ത് ചില അലിഖിത നിയമങ്ങളുണ്ട്. പിടിക്കപ്പെടുന്ന ഏജന്റുമാരെ സുരക്ഷാ കാരണങ്ങളാൽ രാജ്യങ്ങൾക്ക് പരസ്യമായി ഏറ്റെടുക്കാൻ കഴിയില്ല. ആ നിയമത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് അദ്ദേഹത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ശത്രുരാജ്യത്തിന്റെ തടവറയിൽ അദ്ദേഹം തികച്ചും ഏകനായി. സിയാൽകോട്ട്, കോട്ട് ലഖ്പത്ത്, ഒടുവിൽ മൾട്ടാൻ ജയിൽ, ഈ 3 ജയിലുകളിലായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം ഹോമിച്ചു. ജയിലിലെ അതിഭീകരമായ അന്തരീക്ഷം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും തകർത്തു. മതിയായ ഭക്ഷണമോ ചികിത്സയോ ലഭിക്കാതെ 18 വർഷം അദ്ദേഹം ആ ഇരുമ്പഴികൾക്കുള്ളിൽ കഴിഞ്ഞു. ഇതിനിടയിൽ തന്റെ പ്രിയപ്പെട്ട അച്ഛൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണ്. മകനെ ഒരു നോക്കു കാണാൻ കൊതിച്ച ആ അച്ഛന്റെ മരണം രവീന്ദ്രയെ മാനസികമായി തളർത്തി. ജയിലിൽ നിന്ന് അദ്ദേഹം തന്റെ അമ്മയ്ക്ക് അതീവ രഹസ്യമായി ചില കത്തുകൾ അയച്ചിരുന്നു. മുഷിഞ്ഞ കടലാസുകളിൽ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം എഴുതിയ ആ വരികൾ ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ചോദിച്ചു, അമ്മേ, ഭാരതം പോലെ ഒരു വലിയ രാജ്യത്തിനു വേണ്ടി സർവസ്വവും നൽകിയവർക്ക് ലഭിക്കുന്ന വിധി ഇതാണോ? ആ വാക്കുകളിൽ പരാതിയല്ല, മറിച്ച് തന്റെ രാജ്യത്തിനു വേണ്ടി ഇനിയും എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തതിലുള്ള ഒരു പോരാളിയുടെ വേദനയായിരുന്നു നിഴലിച്ചിരുന്നത്. 2001 നവംബർ. ക്ഷയരോഗവും ഹൃദ്രോഗവും ആ ശരീരത്തെ പൂർണ്ണമായും കീഴടക്കിയിരിക്കുന്നു. മൾട്ടാൻ ജയിലിലെ തണുത്ത തറയിൽ കിടന്ന് തന്റെ മാതൃരാജ്യത്തെ അവസാനമായി ഒരിക്കൽ കൂടി മനസ്സാ സ്മരിച്ച് ആ ബ്ലാക്ക് ടൈഗർ മരണത്തിന് കീഴടങ്ങി. മരണശേഷമെങ്കിലും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടന്നുവെങ്കിലും പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല. ഒടുവിൽ മൾട്ടാൻ ജയിൽ വളപ്പിലെ ഒരു അജ്ഞാത കുഴിമാടത്തിൽ അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടു. തന്റെ പേരോ നാടോ അടയാളപ്പെടുത്താത്ത ആ മണ്ണിൽ ഇന്നും അദ്ദേഹം ഉറങ്ങുന്നു. രവീന്ദ്ര കൗശിക് എന്ന മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകാം, പക്ഷേ അദ്ദേഹം ഭാരതത്തിന് വേണ്ടി നൽകിയ ഓരോ വിവരവും, അദ്ദേഹം അനുഭവിച്ച ഓരോ തുള്ളി കണ്ണീരും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ്. സ്വന്തം രാജ്യം അദ്ദേഹത്തെ തിരിച്ചറിയാൻ വൈകിയെങ്കിലും ചരിത്രം അദ്ദേഹത്തെ എന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാരൻ എന്ന് തന്നെ വിളിക്കും. സിനിമയിലെ നായകന്മാർക്ക് കയ്യടികളും ബഹുമതികളും ലഭിക്കും, പക്ഷേ രവീന്ദ്ര കൗശികിനെ പോലെയുള്ള യഥാർത്ഥ നായകന്മാർക്ക് ലഭിക്കുന്നത് ഏകാന്തതയും നിശബ്ദമായ മരണവുമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുരക്ഷിത നിമിഷത്തിനും പിന്നിൽ ഇതുപോലെ ആരും അറിയാതെ പോയ ഒട്ടനേകം രവീന്ദ്ര കൗശികുകളുടെ ത്യാഗമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.